ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ, ഞങ്ങളൊക്കെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും? നമുക്കിവിടെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഇവിടെ എണ്ണിത്തണ്ട് ഇവിടെ സേലത്ത് കൂട്ടാൻ ഉണ്ടാക്കണത് കാട്ടിത്തരാം. നമ്മളിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. നമ്മളെ നാട്ടിലത്തെ മാതിരിയൊന്നുമല്ല, മുതല ഇതൊന്നും ഇടൂല. പിന്നെ അതേമാതിരി മസാല കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാമെന്ന് വിചാരിച്ചാണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കാണ് കാട്ടിത്തരാമെന്ന് വിചാരിച്ചാണ്ടാണ് കേട്ടോ. പിന്നെ ഇനി അതിൻ്റെ ഒപ്പം നമ്മൾ മുരിങ്ങ പരിപ്പിട്ട് വെക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കണ്ടുങ്ങാണ്ട് നിങ്ങൾ ലൈക്ക് അടിച്ചാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മക്കളെ. കാര്യമായിട്ട് നിങ്ങളതാണ് തുറന്ന് കാണുമ്പോൾ ആ ലൈക്കൊന്ന് തൊട്ടുകൊണ്ടേ. അതേമാതിരി നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും അവിടെ കമൻറ്റ് ചെയ്തോളൂണ്ടി കേട്ടോ. അപ്പം ഞമ്മക്കാണെങ്കിലോ ഈ എണ്ണിത്തണ്ട്, മുതര, അങ്ങനെയുള്ളതൊക്കെ, മുരിങ്ങ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിവിടെ കാര്യമായിട്ട് അങ്ങനെ ഇറച്ചി മീനൊന്നും എപ്പോഴൊന്നും വാങ്ങൂലേ, എപ്പോഴേലൊക്കെ വാങ്ങുള്ളൂ. നമുക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ എണ്ണിത്തണ്ട് നുറുക്കണതും വെക്കണതൊന്നും കൂടുതലും ആൾക്കാർക്ക് അറിയാത്തോലും ഉണ്ടാവും. അപ്പോൾ അതാ ഇതിങ്ങനെ ഇതിൻ്റെ നൂല് ഇങ്ങനെ എടുത്തുങ്ങാണ്ടേ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരുവിധം നൂലൊക്കെ ഇങ്ങനെ ചുറ്റുമ്പോൾ പോരും. നല്ല റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞങ്ങാണ്ട് എളുപ്പമാണ് കേട്ടോ. ചില ആൾക്കാർ എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുക, എങ്ങനെയാണ് ഇപ്പോൾ ഇത് വെക്കുക എന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. നമുക്കും അറിയില്ലേനും കേട്ടോ. നമ്മളമ്മയാണ് എപ്പോഴും ഇമ്മാര് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയത്. നമ്മളമ്മക്ക് വെജാതെ അതിൻ്റെ ശേഷമാണ് നമ്മളൊക്കെ അതൊക്കെ ഉണ്ടാക്കലും തിന്നലൊക്കെ പഠിച്ചത്. തിന്നും, ഉമ്മ ഉണ്ടാക്കും, നമ്മളങ്ങനെ ഇരുന്ന് തിന്നും. അത്രേ അറിയണ്ടായിരുന്നുള്ളൂ. കാരണം ഈ വക കൂട്ടാനൊക്കെ കുറേ നേരം ഇരുന്നങ്ങാണ്ട് പണിയെടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ പണി നമ്മളമ്മേനും ചെയ്തിരുന്നത്. നമ്മളമ്മക്ക് വെജാതെ അതിൻ്റെ ശേഷമാണ് നമ്മൾ ഓരോന്ന്. ഉമ്മാക്ക് പൂതിയാണ്, അങ്ങനത്തെ ഒക്കെ തിന്നീന ആളല്ലേ. അപ്പോൾ നമ്മളിപ്പോഴും നാട്ടിൽ ചെന്ന അമ്മക്ക് പടു കൂട്ടാനും എണ്ണിത്തണ്ട് ഇങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ പറയും. നമുക്കും തന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ എണ്ണിത്തണ്ട്, മുതര, എണ്ണിത്തണ്ട് അതിൻ്റെ ഒപ്പം പൂളൊക്കെ ഇങ്ങോട്ടിങ്ങാണ്ട് വെക്കാൻ അതും അങ്ങനെ രസമാണ്. ഇനിയിപ്പോൾ എണ്ണിത്തണ്ട് വെറുതെ അങ്ങോട്ട് വെച്ചിങ്ങാണ്ട് തോമിച്ചിങ്ങാണ്ട് അതും രസമാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ കാര്യമായിട്ട് മുതരയാണ്. എണ്ണിത്തണ്ടിൻ്റെ ഒപ്പം മുതര അല്ലെങ്കിൽ പൂളെ, ഈ രണ്ടിലൊരു സാധനം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ കേൾക്കേണ്ടത്. തിന്നാലും മതിയാക്കൂല. നമ്മളിത് അരി രണ്ടട്ടം കഴുകിങ്ങാണ്ട് അതിൻ്റെ അരി കഴുകി വെള്ളത്തിലിട്ടച്ചതേനു കേട്ടോ. നോക്കാൻ നിങ്ങൾ കറക്റ്റ് ഇളകിക്കണം. വെളുത്തുകൊണ്ട് നിൽക്കണുണ്ടല്ലേ. അരിയണത് വേഗം വെള്ളത്തൊക്കെ അങ്ങനെ ഇട്ടക്കേനു. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു ചതി പറ്റി. അരി കഴുകിങ്ങാണ്ട് അതും അവിടെ അടുത്ത് വെച്ചിനു. അതേമാതിരി തന്നെ എണ്ണിത്തണ്ടിനുള്ള വെള്ളവും മാറ്റി വെച്ചിനു. അപ്പോൾ അയിക്കണ്ടിട്ടു ആദ്യം എണ്ണിത്തണ്ട് അരിഞ്ഞങ്ങാണ്ട്. അങ്ങനെ ഒരു ചതി പറ്റി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിങ്ങാണ്ട് നമ്മൾ ചീരക്കുള്ള പരിപ്പാട് വന്നിക്കണ്. ആ ചീര അയിക്കണ്ടിട്ട് കൊടുത്തുങ്ങാണ്ടേ അതാണ് വേട്ടെ. അത് വെന്താലും പോരാ പൊന്നാര മക്കളെ. ഇവിടുത്തെ ഇത് എന്താണെന്നറിയോ, പരിപ്പ് മുരിങ്ങ അങ്ങനെ ഇട്ടാൽ പറ്റൂല. അത് മൺചട്ടിയിലിട്ടുങ്ങാണ്ട് മന്ദംകോല് വെച്ച് കടയണം. എന്നെങ്കിലുള്ളൂ ഇവർക്ക് പറ്റുക. നമ്മൾ ആ വേഗണീൻ്റെ അടിയിൽ വെന്തിട്ട് അതിന് ആ കടീനീൻ്റെ ഇടക്ക് കുറച്ചെടുത്തുകൊണ്ട് തിന്നും. നമുക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാ ഇനി ഇത് തൂമിച്ചുള്ള ഉള്ളിയാണ് ഇട്ടത്. ഒരു 4-5 വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും. അരിയൊന്നും അല്ല കേട്ടോ, നമ്മളവിടെ കുത്തി ചതച്ചേക്കാണ്. നല്ലൊരു കവറിലിട്ടുങ്ങാണ്ടേ ചുറ്റി വെച്ചുകൊണ്ട് കുത്തി ചതച്ചെടുത്തേക്കാണ് കേട്ടോ. അമ്മയൊക്കെ ഉണ്ട്. അമ്മയൊക്കെ കൈക്ക് എന്നാക്കി എടുത്തിട്ട് വേണം. പുറത്താണ് അമ്മി. അപ്പോൾ അതാ അതിക്ക് 2 ഉണക്കൽ മുളകാണ് മുറിച്ചിട്ടുങ്ങാണ്ടേ നമ്മൾ ഈ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അവിടെ അയക്കണ്ടിട്ടുങ്ങാണ്ടേ അതാണ് തൂമിച്ചെടുക്കട്ടെ. തൂമിച്ചുങ്ങാണ്ട് കടഞ്ഞ് വെച്ചത് അയക്കണം പാരുക. ഉണക്കൽ മുളകാണ് ഇട്ടത്. 4 എടുത്തേക്കണ്. കാരണം പച്ചമുളക് കുറവേനു. അപ്പോൾ പച്ചമുളക് എരിവ് കുറവാണ്. ഇതാ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി അയക്കണ്ടിട്ട് കൊടുത്തേക്കണം. അത് നല്ലോണം എന്നൊരു ചോന്നീൻ്റെ ശേഷേ പരിപ്പ് മുരിങ്ങ അയക്കണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറി അവിടെ റെഡിയായി. ചോറ് അവിടെ ഒരു അടുപ്പത്ത് വെന്തിക്കണം. നമുക്കൊക്കെ ഗ്യാസുമ്മലാണേ. പിന്നെ അതുമല്ല കിച്ചണിൽ കുറച്ച് സൗകര്യം കുറവുമാണ്. സൗകര്യമുണ്ട്, പക്ഷേ സ്ഥലം കുറച്ച് കമ്മിയാണ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തേക്കാനും വെക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നായിട്ട് കാണാത്തതും കാട്ടിത്തരാത്തതും. അപ്പോൾ അതാ ഇനി നമ്മൾ എണ്ണിത്തണ്ട് വേവിച്ച് വെച്ചിക്കണ് കുക്കറിൽ ഇട്ടുങ്ങാണ്ട്. അപ്പോൾ ഇനി അത് തൂമിച്ചതാണ്. പച്ചക്കടലപ്പരിപ്പാണ് ഇട്ടുക്കണം കേട്ടോ. അത് കുറച്ച് 4 ഇട്ടുക്കണം. കടുക് പിന്നെ നമ്മൾ 2 മണി ഇടണുള്ളൂ കേട്ടോ. നമുക്കിവിടെ ഒരാൾക്ക് കടുക് പറ്റൂല, അത് നുള്ളിപ്പൊറിക്കും കൊണ്ട് ഊത്തിരിക്കും. 2 ഉണക്കൽ മുളകും 2 കരിവേപ്പിൻ്റെ ഇലയും അതൊന്നൊരു ചോന്നതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഉള്ളി അവിടെ മാറ്റി വെച്ചിരിക്കണം. ആ ഉള്ളി ആയി കണ്ടിട്ട് കൊടുക്കണം. അതാ അതുകൊണ്ട് ചോന്നതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ച എണ്ണിത്തണ്ട് കണ്ടിട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് മസാലകൾ ഇടുന്നുണ്ട് കേട്ടോ. കാട്ടിത്തരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. ഇനി അതൊന്നൊരു ചോന്നതിൻ്റെ ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുള്ളൂ കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതിനുള്ളൂ. ഉപ്പ് നമ്മൾ വേവിച്ചപ്പെട്ടിക്കണതിൽ. ഇങ്ങനെയാണ് ഇവിടെ എണ്ണിത്തണ്ട് വെക്കുക. രസമാണ് കേട്ടോ. പക്ഷേ നമ്മളാ ഒരു രസം കിട്ടൂല എന്ന് മാത്രം. ഇതിങ്ങനെ ഒരു രസം, അതങ്ങനെ ഒരു രസം. ആറ് നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞ മാതിരി ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലും അല്ലേ വെക്കുക. പിന്നെ ഇപ്പോൾ ചേരെന്ന നാട്ടിൽ ചെന്നാൽ ചേരൻ്റെ നടുക്കഷ്ണം തിന്നുകയെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിലത്തെ ശീലം നമ്മളോട് ശീലമാവുക, വേറെ ഒന്നും പറ്റൂലല്ലോ. ആദ്യമൊന്നും എനിക്കിതിങ്ങനെ തിന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ശീലമായി, പിന്നെ ഇഷ്ടമായി. അപ്പോൾ അതാ ഇതിൻ്റെ പണിയും കഴിഞ്ഞു. ചോറും കൂട്ടാനൊക്കെ റെഡിയായി. അപ്പം ഇനി ചോദിച്ചണ പോലെ ഉണ്ടാവും, നിങ്ങൾക്ക് ഇറച്ചി മീനൊന്നും ഇല്ല താത്ത. ഇറച്ചി മീനൊന്നും ഇല്ലട്ടെ മക്കളെ, എന്നൊന്നും ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ ഇങ്ങനെയാണ്: പരിപ്പും മുരിങ്ങയും കറിയും എണ്ണിത്തണ്ട് ഉപ്പേരിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ കൂട്ടുകാർ മറക്കരുത് കേട്ടോ. നമ്മൾ ചോറ് തിന്നാനയക്കണം, ചോറും തിന്നട്ടെ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.